ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? നമുക്കൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ? ചിക്കൻ ചില്ലി പോക്കറ്റ് അതാട്ടോ നമ്മൾ ഇന്നത്തെ ഐറ്റം. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാട്ടോ. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൽപ്പൊടി എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ മാവ് പാലിൽ കുഴച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. 2 കപ്പ് മൈദക്ക് 1 കപ്പ് വെള്ളം കേട്ടോ ആവശ്യം വരിക കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇത് നല്ലോണം ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ ഭയങ്കര എന്താ പറയുക കട്ടിലായി പോവരുത്, നല്ല കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം വലിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മളിത് കുഴക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ ഈ സോഫ്റ്റ്നെസ്. അപ്പോൾ ഇതാ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിൽ ഒന്നാക്കി കൊടുത്തിട്ട് ഇത് 2 സൈഡിലൊന്ന് ഓയിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നു ഞാൻ ഇപ്പോൾ കുഴച്ചത്. ഇനി ഇതാ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലോത്ത് വെച്ചെങ്ങാൻ നല്ലോണം കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏകദേശം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും കേട്ടോ. തണുപ്പുള്ളതാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ചില്ലി മസാല ഇല്ലേ അത് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു 150 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടൊന്ന് മസാല തേച്ച് വെച്ചതിനും അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ കുറച്ചാട്ടോ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ വീണ്ടും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയും കുറച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചില്ലി കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ക്യൂബായിട്ടല്ലേ കട്ട് ചെയ്യുക. അതേപോലെ 2 മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ഇതായി വന്നാൽ വല്ലാണ്ട് അങ്ങ് വാടി ഉടയോ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ ചില്ലി ചിക്കനിലെ മസാല എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളി കടിക്കാൻ കിട്ടുന്ന പരുവുണ്ടാവില്ല, അങ്ങനെയാട്ടോ വേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ ഈ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതാ ഒരു ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കെച്ചപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാനിത് ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്താ പറയുക, ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടിടണം കേട്ടോ. എനിക്ക് കറക്റ്റ് ചെയ്യണം കേട്ടോ, ഞാൻ പിന്നെ ഉപ്പിട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നമ്മൾ നേരത്തെ എന്താ വെച്ച മാവില്ല അത് ഇത് അവിടെ ഡബിൾ സൈസ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലെ എയർ ബബിൾസ് എല്ലാം ഒന്ന് കളയുക. എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. വല്ലാണ്ട് അങ്ങ് പൊന്തി വന്ന മാവ് വല്ലാണ്ട് കുഴച്ച് പ്രസ് ചെയ്ത് കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ ചെയ്യരുത്. ഇനി ഇത് 3 ബോൾസ് ആക്കിയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ കുറച്ച് മൈദ ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ടല്ല കേട്ടോ പരത്തേണ്ടത്, ഒരു കുറച്ച് തിക്നെസ് എന്തായാലും വേണം കേട്ടോ. വല്ലാണ്ട് കട്ടി കൂടി പോകും വേണ്ട. ഇനിയിപ്പോൾ ഇത് ഇതേപോലെ 4 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു തിക്നെസ്സിലാട്ടോ എടുത്തത്. വല്ലാണ്ട് കട്ടിയുമില്ല, വല്ലാണ്ട് എന്നാൽ കട്ടി കുറവുമല്ല. അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ ഓയിലാണ് അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ തീ അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. വല്ലാണ്ട് എന്താ പറയുക ലോ ഫ്ലെയിമിലാക്കി വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ ഉള്ളൊക്കെ. അപ്പോൾ ഇത് നല്ലോണം പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ നടുവൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വേണ്ടത് മയോണീസ് വേണം. ഞാനിപ്പോൾ റെഡിമെയ്ഡ് മയോണീസാണ് എടുത്തത്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്നതും എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആദ്യം മയോണീസ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അതും കൂടി ഏകദേശം ഒരു സ്പൂണോളം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ കിട്ടും കേട്ടോ. നമുക്ക് ഇതേപോലെ ബാക്കി എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചില്ലി പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നേക്കും. ബൈ ബൈ.